പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനിവിടെ വന്നിരിക്കുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ വേണ്ടിയാണ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദി റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നദികൾ. ഗംഗാ നദി ഇതിലെ ഒരു അംഗമാണോ? അതെ. എന്തുകൊണ്ട്? കാരണം ഗംഗ ഇന്ത്യയിലെ ഒരു നദിയാണ്. എന്നാൽ നൈൽ നദിയോ ഇതിലെ ഒരു അംഗമല്ല. കാരണം അത് ഇന്ത്യയിലെ നദിയല്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദി വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. വവൽസ് ഏതൊക്കെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം. എ, ഇ, ഐ, ഒ, യു. അപ്പോൾ എ ഇതിലെ ഒരു എലമെൻ്റ് ആണോ? അതെ. ഐ ഇതിലെ ഒരു എലമെൻ്റ് ആണോ? അതെ. എന്നാൽ ബിയോ? അപ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും ബി ഇതിലെ ഒരു എലമെൻ്റ് അല്ല. അപ്പോൾ സെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അതിനെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്ന് വ്യക്തമായില്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? 10ൽ കുറവായ ഒറ്റയായ എണ്ണൽ സംഖ്യകൾ. 10ൽ കുറവായ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7 and 9. 11 ഒറ്റ സംഖ്യയാണ്. പക്ഷേ ഈ സെറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം 10നേക്കാൾ കുറഞ്ഞ സംഖ്യകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10ൽ കുറഞ്ഞ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമായിരിക്കും ആൻസർ. ഇനി പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യ ഘടകങ്ങൾ. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എങ്കിലും അറിയാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്നോ അതേ സംഖ്യ തന്നെയോ ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. അതായത് 2 ഒരു അഭാജ്യ സംഖ്യകളാണ്. രണ്ടിൻ്റെ ഘടകങ്ങൾ 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുപോലെ 2നെ 1 കൊണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റും. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. ഇത് 2 കിട്ടും. വേറെ ഏതെങ്കിലും ഇതിനുണ്ടോ ഘടകങ്ങൾ? ഇല്ല. ഇനി 3 ആയാലോ? 3യെയും അതുപോലെ തന്നെ. 3യെ 3 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു സംഖ്യ കൊണ്ടും പറ്റില്ല. ഇനി 6നെ എടുത്ത് നോക്കിയാലോ? 6നെ നമുക്ക് ഏതൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ 6 കൊണ്ട് ചെയ്യാം, 1 കൊണ്ട് ചെയ്യാം. അപ്പോൾ 6ഉം 1ഉം മാത്രമായിരുന്നു 6ൻ്റെ ഫാക്ടേഴ്സ് എങ്കിൽ ഇതൊരു അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയനെ. പക്ഷേ 3യും 2ഉം കൂടെ ഫാക്ടേഴ്സായി വന്നതുകൊണ്ട് ഇത് 6 ഒരു അഭാജ്യ സംഖ്യയല്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 210ൻ്റെ
പ്രൈം ഫാക്ടേഴ്സ് അഭാജ്യങ്ങളായ ഘടകങ്ങൾ, അഭാജ്യ സംഖ്യകളായ ഘടകങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഫാക്ടേഴ്സ് കാണാം. 105. ഇനി നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 35 കിട്ടും. വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ 7. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, അതുപോലെ 5ഉം 7ഉം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇത് 4ഉമാണ് 210ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 105 210ൻ്റെ ഒരു ഫാക്ടറാണ്, പക്ഷേ എന്തല്ല, ഒരു പ്രൈം ഫാക്ടർ അല്ല. കാരണം 105 ഒരു അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ അല്ല. അതുപോലെ 35 210ൻ്റെ ഒരു ഫാക്ടർ ആണ്, പക്ഷേ പ്രൈം ഫാക്ടർ അല്ല. അപ്പോൾ ഇതൊരു സെറ്റായി സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2, 3, 5, 7 മാത്രമായിരിക്കും. ഇനി ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ x² - 5x + 6 = 0. അതായത് x² - 5x + 6 = 0. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം ആഡ് ചെയ്താൽ -5ഉം കിട്ടുന്ന സംഖ്യ. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. x - 3 × x - 2 = 0. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിൽ നമുക്ക് x = 3ഉം 2ഉം കിട്ടും. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 എന്ന ഒരു ഇക്വേഷനിൽ നമ്മൾ വിവേചകം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റർ നമ്മൾ എടുക്കുമ്പോൾ -b ± കോഎഫിഷ്യൻ്റ് ഓഫ് x ആണ് b. അപ്പോൾ -b ± √ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ, അതായത് b². നിങ്ങൾ പഠിച്ചത് തന്നെ ആയിരിക്കും, ഒന്നും കൂടി അറിയാത്തവർക്ക് പറയുകയാണ്. b² - 4ac എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പിന്നെ കോൺസ്റ്റൻറ്റ് ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ x² - 5x + 6 ഈ ഇക്വേഷനിൽ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ഉള്ളത് -5ഉം സിയുടെ സ്ഥാനത്ത് 6ഉം എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ എഴുതുമ്പോൾ -b എന്നുള്ളത് -5 -5 എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും +5 തന്നെ ആകും. അപ്പോൾ +5 ± √b². അപ്പോൾ -5² എന്ന് പറയുമ്പോൾ 25 തന്നെ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സ്ക്വയർ, നെഗറ്റീവ് സംഖ്യകളുടെയും പോസിറ്റീവ് സംഖ്യകളുടെയും സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. പിന്നെ 4a എത്രയാണ്? 1. പിന്നെ c 6 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യും. +5 ± √25 - 6 × 4 24 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ
നമുക്ക് എന്ത് കിട്ടും? 5 പ്ലസ് ഓർ മൈനസ് 25 മൈനസ് 24 1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൽ എക്സിന് 2 വാല്യൂ ഉണ്ട്. 5 പ്ലസ് 1 ബൈ 2യും പിന്നെ 5 മൈനസ് 1 ബൈ 2. ഇപ്പോൾ എന്തായി? 5 പ്ലസ് 1 ബൈ 2, അതായത് 6 ബൈ 2 ഈക്വൽ ടു 3. ആൻഡ് 5 മൈനസ് 1 ബൈ 2, അതായത് 4 ബൈ 2, അത് 2. അപ്പോൾ നേരത്തെ കിട്ടിയ സൊല്യൂഷൻ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊരു സെറ്റാണെങ്കിൽ ആ ഇക്വേഷൻ്റെ സോൾവ് ചെയ്യുന്ന ആ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഒരു സെറ്റെങ്കിൽ ഇതാണ് അതിലെ എലമെൻറ്റ്. ഇത് മാത്രമായിരിക്കും അതിലെ എലമെൻറ്റ്സ്. പിന്നെ മാത്തമാറ്റിക്സിൽ നമ്മൾ സാധാരണയായി കുറേ സെറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് ക്യാപിറ്റൽ ലെറ്റർ N എന്ന് ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സാണ്. ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞതാണ്, 1 2 3 എക്സെട്ര. അതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെറ്റാണ്. സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളാണ്. നെഗറ്റീവും സീറോയും പോസിറ്റീവുമായ പൂർണ്ണസംഖ്യകൾ. -3, -2, -1, 0, 1 2 3 എക്സെട്ര. അതുപോലെ പിന്നെയുള്ളൊരു സെറ്റാണ് Q. Q എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ എന്നാൽ P/Q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ ഒരു സെറ്റ്. അതായത് നമുക്ക് പൂർണ്ണസംഖ്യകൾ ഇൻറ്റിജേഴ്സ് എല്ലാം നമുക്ക് എങ്ങനെ എഴുതാം? P/Q. ഇപ്പോൾ 2 ആണെങ്കിൽ 2നെ 2/1 എന്ന് എഴുതാം. അപ്പോൾ അതൊരു P/Q രൂപത്തിലായി. 3യെ നമുക്ക് 3/1 എന്ന് എഴുതാം. അപ്പോൾ അതും ഒരു P/Q രൂപത്തിലായി. ഇനി അതുകൂടാതെ 1/2, അതുപോലെ 3/2, 4/3, അങ്ങനെ എല്ലാ ഭിന്നസംഖ്യകളും ഫ്രാക്ഷൻസും നമുക്ക് P/Q രൂപത്തിൽ എഴുതാം. എല്ലാ ഡെസിമൽസും ഫ്രാക്ഷനായിട്ട് എഴുതാം. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതായത് റേഷണൽ നമ്പേഴ്സും വരും, ഇറേഷണൽ നമ്പേഴ്സും വരും. റേഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ്. അതിൻ്റെ കൂടെ നമുക്ക് P/2 രൂപത്തിൽ എഴുതാൻ പറ്റാത്ത ചില സംഖ്യകളുണ്ട്. അതായത് √2, √3, π അതുപോലെയുള്ള സംഖ്യകൾ. അതും എന്താണ്? അതിൻ്റെ സെറ്റാണ്. അതായത് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സിൻ്റെയും കൂടിയുള്ള ഒരു സെറ്റ്. ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ √2, √3, π എക്സെട്ര അങ്ങനെയുള്ള സംഖ്യകൾ. അതുപോലെ റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകൾ. രണ്ടും കൂടി ചേർന്നതാണ് R എന്നുള്ള സെറ്റ്. ഇനി Z+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ Q+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റേഷണൽ നമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ കണ്ടു. Q എന്ന് പറയുന്നത് P/Q രൂപത്തിൽ എഴുതാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഇവിടെ -2 അതിൽ ഉൾപ്പെടുന്നു. അതിലൊരു എലമെൻ്റാണ്. -3യും പറ്റും. -3 3/1 എന്ന് എഴുതാമല്ലോ. അതുപോലെ ഇതൊക്കെ നെഗറ്റീവായാലും പറ്റും. അപ്പോൾ ഇവിടെ R+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റേഷണൽ നമ്പേഴ്സിനെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി R+,
ഇതുപോലെ തന്നെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവായ റിയൽ നമ്പേഴ്സ്. ഇതിപ്പോൾ നെഗറ്റീവ് √2 ഇതിലെ ഒരു എലമെൻ്റാണ്. നെഗറ്റീവ് √3 പറ്റും, നെഗറ്റീവ് π, ഇതൊക്കെ ഇതിലെ ഒരു എലമെൻ്റാണ്. ഇനി R+ൽ നമുക്ക് പോസിറ്റീവായത്, നെഗറ്റീവ് പറ്റില്ല, പോസിറ്റീവായത് മാത്രമേ പറ്റുള്ളൂ. ഇനി സെറ്റിന് നമ്മൾ എങ്ങനെയാണ് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ A, B, ക്യാപിറ്റൽ ലെറ്റർ B, C, X, Y, Z തുടങ്ങിയ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതിലെ എലമെൻസിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അതായത് സ്മോൾ ലെറ്റേഴ്സാണ് എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. AB, സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, അതുപോലെ സ്മോൾ ലെറ്റർ C, അതുപോലെ X, Y, Z, അതുപോലെയുള്ള എന്ത് വേണമെങ്കിലും P. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റിനെ സൂചിപ്പിക്കാം, എലമെൻസിനെ സൂചിപ്പിക്കാം. അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇഷ്ടമുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ A ഈസ് എൻ എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A. ക്യാപിറ്റൽ ലെറ്റർ A എന്നുള്ള സെറ്റിൻ്റെ ഒരു എലമെൻ്റാണ് സ്മോൾ ലെറ്റർ A എങ്കിൽ നമ്മൾ എന്ത് പറയും? സ്മോൾ ലെറ്റർ A ബിലോങ്സ് ടു ദി സെറ്റ് ക്യാപിറ്റൽ A എന്ന് പറയാമല്ലോ. അപ്പം നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ, ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഇത്. ഇതിന് ആപ്സിലോൺ എന്ന് പറയും. ഇതൊരു ഗ്രീക്ക് സിമ്പലാണ്, എപ്സിലോൺ. അപ്പോൾ A ബിലോങ്സ് ടു സെറ്റ് A, ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇഫ് B ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് A, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? B ഈ A എന്ന സെറ്റിലെ ഒരു എലമെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ B ഡസ് നോട്ട് ബിലോങ്സ് ടു A എന്ന് പറയണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു സിമ്പൽ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ B ഈ A എന്ന സെറ്റിലെ ഒരു അംഗമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ സിമ്പൽ ഉപയോഗിച്ച് B ഡസ് നോട്ട് ബിലോങ്സ് ടു A എന്ന് പറയുന്നു. ഇനി അതുപോലെ നമ്മൾ V എന്നൊരു സെറ്റ് എടുത്തു, അതായത് വവൽസ് ആണെന്ന് കരുതുക. ഇഷ്ടമുള്ള ഒരു ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ V എന്ന് കൊടുക്കുകയാണ്. വവൽസ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ്. അപ്പോൾ A എന്നുള്ള ഒരു എലമെൻ്റ് എന്തായാലും അതിലുണ്ടാകുമല്ലോ. അപ്പോൾ A ബിലോങ്സ് ടു ദ സെറ്റ് V എന്ന് നമുക്ക് എഴുതാം. ഇനി C ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് V, ഇങ്ങനെയും നമുക്ക് എഴുതാം. C ഇതിലെ ഒരംഗമല്ല, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഞാനൊരു സെറ്റിനൊരു പേര് നെയിം കൊടുത്തു, P, ക്യാപിറ്റൽ ലെറ്റർ P. ക്യാപിറ്റൽ ലെറ്റർ P എന്ന് പറഞ്ഞാൽ ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30, അങ്ങനെയുള്ള സെറ്റാണ്. പ്രൈം ഫാക്ടേഴ്സ് എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു. അതായത് 30യുടെ ഫാക്ടേഴ്സ് നമുക്ക് ആദ്യം എഴുതാം. എന്തൊക്കെയാണ് 30യുടെ ഫാക്ടേഴ്സ്? 3 ഉണ്ട്, 5 ഉണ്ട്. അതായത് പ്രൈം ഫാക്ടേഴ്സ് 2, 3, 5 ആണ്. 15 30യുടെ ഫാക്ടറാണ്. ഇപ്പോൾ 15 30യുടെ ഫാക്ടറാണ്, പക്ഷേ പ്രൈം ഫാക്ടർ അല്ല. അപ്പോൾ ഈ സെറ്റ് Pയിൽ ഈ 15 ഒരു എലമെൻ്റ് ആണോ എന്ന് ചോദിച്ച് നമ്മൾ എന്ത് പറയും? 15 ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് P. നമുക്ക് ഡെഫിനറ്റായിട്ട് ഈ ആൻസർ പറയാം, കാരണം 15 ഒരു പ്രൈം ഫാക്ടർ അല്ല. ബട്ട് പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. 5 ×
3 ആണ് 15. അത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് 15 ഈ പി എന്ന സെറ്റിലെ ഒരു എലമെൻ്റ് അല്ല. ഇനി നമുക്ക് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പഠിക്കാം. 2 മെത്തേഡ് ഉണ്ട് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് റോസ്റ്റർ ഓർ ടാബുലാർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ബ്രേസസ് വെച്ച് എലമെൻസിനെ എൻക്ലോസ് ചെയ്യും. അതുപോലെ എലമെൻസിനെ കൊമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ സ്മോൾ ലെറ്റർ എയും ബിയും ആണ് ഞാൻ എലമെൻ്റായി എടുത്തിരിക്കുന്നത്. അതിനെ ബ്രേസസിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 7. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സംഖ്യകൾ വരും? 7ൽ കുറവായ ഇരട്ടയായ എണ്ണൽ സംഖ്യകൾ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് സംഖ്യകളാണ് വേണ്ടത്. ഇപ്പോൾ 2 ഒരു ഈവൻ നമ്പറാണ്. ഇനി അടുത്ത ഈവൻ നമ്പർ ഏതാണ്? 4. ഇനിയുള്ളത് 6. ഇനി 8 ഉണ്ട്. പക്ഷേ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ 7 ആണ്. അതുകൊണ്ട് 8 നമുക്ക് പറ്റില്ല. അപ്പോൾ ഓരോ എലമെൻറ്റിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം ബ്രേസസിൽ എൻക്ലോസ് ചെയ്തു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42 ഈസ്. അതായത് 42വിൻ്റെ ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. പ്രൈം ഫാക്ടേഴ്സ് അല്ല, ഫാക്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്? 42വിൻ്റെ ഫസ്റ്റ് നമുക്ക് 1 എഴുതാം. പിന്നെ 2 ഒരു ഫാക്ടറാണ്, 21 × 2 ആണ് 42. 3 ഒരു ഫാക്ടറാണ്, 14 × 3 ആണ് 42. ഇനി 6 ഒരു ഫാക്ടറാണ്, 6 × 7 ആണ് 42. ഇനി 14, 21 ആൻഡ് 42 തന്നെ ഒരു ഫാക്ടറാണ്. ഇത്രയും എഴുതി ബ്രേസസിൽ കോമാസ് വെച്ച് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ബ്രേസസിൽ എൻക്ലോസ് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ സെറ്റിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. എ എന്നോ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കൊടുക്കാം. പിന്നെ ഈ റോസ്റ്റർ ഫോമിൽ നമ്മൾ എലമെൻസിനെ എഴുതുമ്പോൾ ഓർഡറിൽ എഴുതണമെന്നൊന്നുമില്ല. അതായത് 42വിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. 2, 1 എഴുതാം, അത് കഴിഞ്ഞ് ചിലപ്പോൾ 6 എഴുതാം, പിന്നീട് 3 എഴുതാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് റാൻഡമായി എഴുതാം. ദർ ഇസ് നോ ഓർഡർ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്? അതായത് നമുക്കൊരു നെയിം കൊടുക്കാം, ഒ എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഒ is equal to set of 1, 3, 5, 7 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും ഇൻഡെഫിനിറ്റ്ലി. പിന്നെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഒരു എലമെൻസും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓൾ ദ എലമെൻറ്റ്സ് ആർ ടേക്കൺ ആസ് ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ എലമെൻസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിങ് ദ വേർഡ് സ്കൂൾ. അപ്പോൾ സ്കൂളിന് നമുക്കറിയാം എന്താണ് അതിൻ്റെ സ്പെല്ലിംഗ്? SCHOOL ഉണ്ട്. അപ്പോൾ നമ്മൾ ആ
ഓയെ നമ്മളിവിടെ ഒഴിവാക്കും. കാരണം റിപ്പീറ്റേഷൻ അലൗഡ് അല്ല, അതുകൊണ്ട്. അതുപോലെ തന്നെ ഓർഡറിനും പ്രാധാന്യമില്ല. അതായത് നമുക്കിതിനെ വേണമെങ്കിൽ H, O, L, C, S ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഈ O 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതായത് റിപ്പീറ്റേഷൻ പാടില്ല. ഇന്ന് ഇത്രയും മതി. കുറച്ച് മാത്രം പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.